പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 12 പാനൽ വരുന്ന ഒരു അനാർക്കലി കുർത്തിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇനി തുണി എങ്ങനെയാണ് മടക്കിയിടുന്നത് ഞാൻ ഈ ഒരു പേപ്പറിൽ കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ നമ്മളൊന്ന് മടക്കണം. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കുക. നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ മടക്കുന്നില്ലേ, അതുപോലെ തന്നെ. ഇതുപോലെ അപ്പം ഞാൻ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡാണ് ഓപ്പൺ സൈഡ് വരുന്നത്, ഈ ഭാഗവും ഓപ്പൺ ആണ് വരുന്നത്. ഫോൾഡഡ് സൈഡ് ഞാൻ താഴെ വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റേ ഫോൾഡഡ് സൈഡ് ഞാൻ നിൽക്കുന്ന ഈ സൈഡിലും. ഇനി കുർത്തിയുടെ ഫുൾ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് 45 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി എടുത്തിട്ട് 47 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ മാർക്കിങ്ങിൽ കൂടെ ഒരു ലൈൻ വരച്ചിട്ട് ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ വരുന്ന ഭാഗം നമുക്ക് സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് താഴെ ആ ഫോൾഡഡ് സൈഡ് വരുന്ന ഭാഗം താഴെയാക്കി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ തുണിയുടെ വിഡ്ത്ത് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 21.5 ഇഞ്ചാണ് കിട്ടുന്നത്. നമ്മൾ ഈ തുണി 4 ലെയറായിട്ടാണല്ലോ മടക്കിയിട്ടിട്ടുള്ളത്. ഇതുപോലെ 4 ലെയർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 12 പാനൽ കിട്ടണമെങ്കിൽ ഈ തുണീനെ ഈക്വലായിട്ട് 3 പാർട്ടാക്കി ഭാഗിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ 21.5 ഇഞ്ചിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് കിട്ടാൻ നോക്കാം. 7.1 കിട്ടും. അപ്പോൾ നമുക്ക് ആ തുണീനെ 7.1 വിഡ്ത്ത് വരുന്ന രീതിയിൽ 3 ഭാഗമാക്കി ഭാഗിച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഒരു ഭാഗം 7.1 മാർക്ക് ചെയ്യുക. ഇനി അവിടുന്ന് അടുത്ത 7.1 മാർക്ക് ചെയ്യുക. അങ്ങനെ 3 പാർട്ടായിട്ട് നമുക്ക് 7.1 വിഡ്ത്ത് വരുന്ന രീതിയിൽ 3 പാർട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 4 ലെയറും 3 പാർട്ടായിട്ട് എടുക്കുമ്പം നമുക്ക് ടോട്ടൽ 12 പാനൽസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ആദ്യം മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് തുണി മടക്കി വെക്കാം. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്തുനിന്ന് അതേപോലെ ഈ സൈഡിലോട്ടേക്കും മടക്കി വെക്കാം. അപ്പം നമുക്ക് ടോട്ടൽ ഇപ്പം 12 ലെയറായിട്ടാണ് തുണി കിടക്കുന്നത്. ഇനി ഇതിൽ മാർക്കിങ്സ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചെസ്റ്റ് റൗണ്ട് 42 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 4 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട്. സീം അലവൻസ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്കിത് പാനലായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം 46നെ നമ്മൾ 12 പാനൽസ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3.8 കിട്ടുക. പക്ഷെ നമ്മളിവിടെ ഫോൾഡ് ചെയ്തിട്ടതുകൊണ്ട് ആ 3.8നെ നമ്മൾ പകുതി ആക്കണം. അപ്പോൾ 3.8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് കിട്ടാൻ നോക്കുക. അപ്പോൾ 1.9 ആണ് കിട്ടുക. ആ 1.9 ഞാൻ ഏകദേശം റൗണ്ട് ചെയ്തിട്ട് 2 ആക്കിയിട്ട് ആണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പാനൽസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യണം. അങ്ങനെ ഇവിടുന്ന് ഞാൻ റൈറ്റിലോട്ടേക്ക് 2.5 ഇഞ്ച് എടുത്തിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് താഴത്തോട്ടേക്ക് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. എനിക്ക് 16 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത്. ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 17 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത്തിൻ്റെ കൂടെ ഒരു 2-3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യാം. എന്നാലേ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ മാർക്ക് ചെയ്ത അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തോട്ടേക്ക് 17 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. നമ്മൾ മേലെ ചെയ്തില്ലേ അതേപോലെ. എന്നിട്ട് ആ 2 ലൈനും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക, 2 പോയിൻറ്റും കൂടി. അതിന് ശേഷം ഈ 2 ലൈനും വരുന്നതിൻ്റെ ഇടയിൽ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ 2 ഭാഗം നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടി നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ 5 ഫുൾ പാനലും 2 ചെറിയ പാനലും കിട്ടും. അതേപോലെ തന്നെ ബാക്ക് സൈഡിലും കിട്ടും. അപ്പോൾ 2 ചെറിയ പാനലിൽ നമ്മൾ ഒറ്റ പാനലായിട്ടാണ് കണക്കാക്കുക. അങ്ങനെയാണ് ഇവിടെ ഫ്രണ്ടിൽ 6 പാനലും അതേപോലെ ബാക്കിൽ 6 പാനലുമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ പാനൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഒരു ഫുൾ പാനൽ എടുത്തിട്ട് അതിൻ്റെ മേലെ അതിൻ്റെ ഒരു ഭാഗത്ത് നല്ല വശത്ത് രണ്ടാമത്തെ പാനലിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഞാൻ കാണിക്കുന്ന ആ മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇനി അടുത്ത പാനൽ എടുക്കുക. അത് ഈ പാനലിൻ്റെ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ സൈഡിൽ കൂടി
സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അരയിഞ്ച് കൂടുതൽ എടുത്തത് പാനൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നമുക്ക് 2 പാനലും കൂടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഓരോ പാനലും യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മറ്റേ പാനൽ യോജിപ്പിച്ചെടുക്കുക. പിന്നെ 2 ചെറിയ പീസ് നമുക്ക് കിട്ടിയില്ലേ, അത് 2 സൈഡിലായിട്ട് അവസാനം യോജിപ്പിച്ചെടുക്കണം. അതുപോലെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ 2 പാനൽ ഇതാ ജോയിൻ ചെയ്തെടുത്തു. ഇനി അടുത്ത പാനലിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പാനൽസും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 2 സൈഡിൽ നമ്മൾ ആ ചെറിയ പാനലില്ലേ, ആ 2 ചെറിയ പാനലാണ് 2 സൈഡിൽ യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലും ചെയ്തെടുത്തു. ഇനി നമുക്ക് സാധാരണ കുർത്തി ചെയ്യുന്ന പോലെ തന്നെ തുണി ഇതേപോലെ മടക്കിയിട്ടിട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പീസ് ഞാൻ ഇതുപോലെ 2ആയി മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ബാക്ക് പീസും ഇതേപോലെ 2ആയിട്ട് മടക്കിയിടാം. അതിന് ശേഷം ഇത് കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇനി എൻ്റെ ടോട്ടൽ ഷോൾഡർ 15 ഇഞ്ചാണ്, അതിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് 7.5 ഇഞ്ചാണ്, അതിവിടെ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ആം ഹോളും 7.5 ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 2 പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ചെസ്റ്റ് റൗണ്ട് 42 ഇഞ്ചാണ്, അതിൻ്റെ 4/1 ഭാഗം 10.5 വരും. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നമ്മളൊന്ന് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് ലെങ്ത് ഞാൻ 17 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടുന്ന് റൈറ്റിലോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് എനിക്ക് ടോട്ടൽ 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗം 10 ഇഞ്ച് വരും. 1.5 ഇഞ്ച് സീം അലവൻസും 1/2 ഇഞ്ച് ലൂസും കൂടി എടുത്തിട്ട് ഞാൻ മാർക്ക് ചെയ്ത് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരയ്ക്കുന്നുണ്ട്. അതിന് ശേഷം ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെസ്റ്റ് ലൈനിലും വേസ്റ്റ് ലൈനിലും 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. അതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഞാനൊന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് താഴത്തോട്ടേക്ക് നല്ല ഫ്ലെയർ കിട്ടാൻ വേണ്ടി നമ്മൾ എ ലൈനിലൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്ക് നെക്കിന് ഞാൻ 3.5 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. ആ 3.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഈ ഒരു ലൈനിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ പോയിൻ്റ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ആം ഹോൾ ഒന്ന് വരച്ചെടുക്കാം. ഇത് ബാക്ക് ആം ഹോളാണ്. എന്നിട്ട് ഉള്ളിലോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ഫ്രണ്ട് ആം ഹോളും വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് ആം ഹോൾ വഴി തന്നെ കട്ട് ചെയ്യണം, അത് മാറിപ്പോകരുത്. ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ മാത്രം നമ്മൾ കുഴിച്ച് വരച്ചില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യുക. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി ഞാൻ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കിയിടുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത് എനിക്ക് 16 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ 17.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് താഴത്തോട്ടേക്ക് ഇതുപോലെ ഒരു ലൈൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടത് നോക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് ആം ഹോൾ ഉണ്ടല്ലോ, അതിൽ ഈ 1.5 ഇഞ്ച് ഒഴിവാക്കുക. അതുപോലെ മേലെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവില്ല, അതും ഒഴിവാക്കുക. ബാക്കി വരുന്ന ആ ഒരു ഭാഗം ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 9.5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ തുണിയിൽ ഒന്ന് മാർക്ക് ചെയ്യണം. ഇവിടുന്ന് താഴത്തോട്ടേക്ക് ആ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന 1.5 ഇഞ്ചും കൂടി ഇവിടെയും മാർക്ക് ചെയ്യുക.
എനിക്ക് സ്ലീവ് റൗണ്ട് 11 അതിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ 9.5 ഇഞ്ചിൽ, അവിടുന്ന് റൈറ്റിലോട്ടേക്ക് ഒരു 3.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇതുപോലെ വരക്കുക. താഴെ ആ ഒരു ലൈനും കൂടി ഒന്ന് വരച്ചെടുക്കുക. അതിന് ശേഷം ഇപ്പം മാർക്ക് ചെയ്ത ആ പോയിന്റും ആ കോർണർ പോയിന്റും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് ഇതുപോലെ വരച്ചെടുക്കുക. ഇനി ഇതാ ഈ 3.5 മാർക്ക് ചെയ്തില്ല, ആ ഒരു പോയിന്റിലേക്കുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കുക. 10 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഹാഫ് 5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് പുറത്തോട്ടേക്ക് തള്ളി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇപ്പുറത്തെ ഭാഗത്ത് അകത്തോട്ടേക്കും 1/2 ഇഞ്ച് ഇതുപോലെ കയറ്റി ഒന്ന് വരയ്ക്കുക. അതിന് ശേഷം നമുക്ക് ആ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഈ സ്ലീവ് കട്ട് ചെയ്തെന്നൊക്കെ കുറേ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത്. അതിന് ശേഷം 2 സ്ലീവ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യണ്ടേ, അതിനുവേണ്ടി ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് കയറ്റി ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ ആ ഭാഗം മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇനി ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പേപ്പർ ക്യാൻവാസ് എടുത്ത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്, അത് ഇതുപോലെ മാർക്ക് ചെയ്തു. 6.5 ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്, അതും മാർക്ക് ചെയ്തു. രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സാധാരണ യൂനെക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ യൂനെക്ക് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ റൈറ്റ് സൈഡിലോട്ടേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ യു ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു തുണിയുടെ ബാക്ക് സൈഡിൽ ഇതൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു പേപ്പർ ക്യാൻവാസിന് ഒരു ഗം ഉണ്ടാവും ഒരു ഭാഗത്ത്, ആ ഭാഗം ഈ തുണിയുടെ മേലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ക്ലോത്തിൻ്റെ സൈഡിൽ 1 ഇഞ്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിന് വേണ്ടി ഞാൻ ഇതേപോലെ ചെറുതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നെക്കിലും സ്ലീവിലും ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വിഡ്ത്താണ്. ഈ ക്ലോത്തിന് 2 ഇഞ്ചും വിഡ്ത്ത് വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ പേപ്പർ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് 2 സൈഡിലേക്കും ആ ക്ലോത്ത് മടക്കി ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ക്ലോത്തിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഈ ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ നെക്കിൻ്റെ കുറച്ച് താഴത്തെ ഭാഗത്തായിട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇത് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പിൻ ചെയ്തെടുത്ത ഈ ഒരു പീസ് ഇതുപോലെ നമുക്ക് ആ കുർത്തിയിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വെക്കണം. നെക്കിൻ്റെ കുറച്ച് താഴത്തായിട്ട് അറ്റാച്ച് ചെയ്താൽ മതി, കാരണം നെക്ക് നമ്മൾ ആ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോകുമല്ലോ, അപ്പോൾ അധികം മുകളിലോട്ടേക്ക് കയറ്റി വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ വെച്ചിട്ട് അതും ഒന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ആ നെക്കിൻ്റെ സൈഡിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് യു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ആ പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സൈഡിലൊക്കെ ചെറിയ ചെറിയ നോച്ചസ് നമുക്ക് ഇട്ട് കൊടുക്കാം.
അതിന് ശേഷം ദാ ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് നമുക്ക് ആ മെയിൻ ക്ലോത്തിൽ കൊള്ളാത്ത രീതിയിൽ ഉള്ളിലോട്ടേക്ക് ആ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു നെക്കിൻ്റെ ആ ഒരു യു ഷേപ്പ് ഉണ്ടല്ലോ അത് ഉള്ളിലോട്ടേക്ക് മറിച്ചിടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കി വെക്കാം. അതിന് ശേഷം ഉള്ളിലത്തെ ഭാഗം നമുക്ക് ഹെം ചെയ്തെടുക്കാം. വന്നിട്ട് അതിന് ശേഷം ദാ ഈ ഒരു ലേസ് ഇതുപോലെ വെച്ചിട്ട് അതും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യണം. അപ്പോൾ ബാക്ക് നെക്കിന് വേണ്ടി ഞാൻ നേരത്തെ റെഡിയാക്കിയ പീസ് ഇതേപോലെ വെച്ചിട്ട് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ മറ്റേതിൽ ചെയ്ത പോലെ തിരിച്ചിടാതെ ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ഈ ബാക്ക് പോർഷൻ്റെ നല്ല വശത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെച്ചിട്ട് ഷോൾഡർ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ രണ്ട് ഭാഗവും ഇതേപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കിൽ അറ്റാച്ച് ചെയ്ത ആ പീസ് ഉള്ളിലോട്ടേക്ക് മടക്കി വെക്കുന്നത്. ഉള്ളിലോട്ടേക്ക് നന്നായിട്ടൊന്ന് മടക്കി അയൺ ചെയ്തെടുത്തതിന് ശേഷം ആ സൈഡിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളിലത്തെ ഭാഗം നമുക്ക് കൈ കൊണ്ട് ഹാമ്മിങ് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് സ്ലീവിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലേസും കൂടി ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ സ്ലീവിലും ടോപ്പിലും, ആ രണ്ട് ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗത്ത് തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ട് രണ്ട് ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റക്കുറച്ചിലൊന്നും വരില്ല. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഒരു സ്റ്റിച്ചും കൂടി അതിൻ്റെ മേലെ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും സ്റ്റിച്ച് ചെയ്തത്. അതിന് ശേഷം രണ്ട് സ്ലീവ് ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രസ്സ് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഈ ഡ്രസ്സ് ഒന്ന് തിരിച്ചിട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം രണ്ട് ഈ പോയിന്റിൽ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ കൊടുത്ത സീം അലവൻസ് മാർക്ക് ചെയ്യുക 1.5 ഇഞ്ച്. അതേപോലെ മറ്റേ സൈഡിലും മാർക്ക് ചെയ്യുക. അതിന് ശേഷം വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. താഴെ വരെ എവിടെ വരെയാണോ എടുത്തത് അവിടെ വരെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെയും രണ്ട് സൈഡിലും നമ്മൾ കൊടുത്ത സീം അലവൻസ് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്ത പോയിന്റ് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനി നമുക്ക് സ്ലീവിൽ കൊടുത്ത മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ സ്ലീവ് ഓപ്പണിങ്ങിന് എനിക്ക് 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 5.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കൈക്കുഴിയുടെ അവിടത്തേക്ക് ഞാൻ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. മറ്റേ സ്ലീവിലും അതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ വരച്ച ആ ലൈനിൽ കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി രണ്ട് സൈഡിലും. പിന്നെ താഴെ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ വേസ്റ്റിന് ശേഷം വരുന്ന ആ ഭാഗത്ത് നമുക്ക് രണ്ട് സൈഡിലും ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രം ഗ്യാപ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിതാ സ്ലീവിലും അതുപോലെ വേസ്റ്റ് ലൈൻ വരെയാണ് വരച്ചെടുത്തിട്ടുള്ളത്. അതുവരെ ആ ലൈനിൻ്റെ മേലെ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക.
എന്നിട്ട് താഴത്തോട്ടേക്ക് ദാ ഇതുപോലെ 2 പീസും ജോയിൻ ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രം ഗ്യാപ്പ് കൊടുത്തിട്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴത്തെ ഭാഗമാണ് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിത് പാനൽ കട്ട് സ്റ്റിച്ച് ആയതുകൊണ്ട് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ടാവും പാനൽസ് കട്ട് ചെയ്യുമ്പോൾ, പാനൽസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം. അതിന് ശേഷം ദാ ഈ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. താഴത്തെ ഭാഗം 2 മടക്ക് മടക്കിയിട്ട്. അപ്പോൾ ദാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കഴിയുമ്പോൾ ദാ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.